ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ദിസ് വീഡിയോ സീരീസ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇനി റിമൈനിങ് പോർഷൻസ് ആയിട്ട് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് സ്ട്രക്ചർ, യൂണിയൻ, അതുപോലെ റിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് നോക്കാം. സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. യൂണിയൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ദാറ്റ് ക്യാൻ ഗ്രൂപ്പ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ മെമ്പേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് അണ്ടർ എ സിംഗിൾ നെയിം. അറേ നമുക്കറിയാം. അറേയിൽ എന്താ ചെയ്യുന്നത്? ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ഓഫ് സെയിം ഒരേ ടൈപ്പിലുള്ള എലമെൻസിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ അറേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി സ്ട്രക്ചർ ആൻഡ് യൂണിയൻ ആകുമ്പോൾ എങ്ങനെയാണ്? സ്ട്രക്ചർ ആണെങ്കിലും യൂണിയൻ ആണെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്സിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സ്ട്രക്ചറിൻ്റെ കേസിലും യൂണിയൻ്റെ കേസിലും അത് തന്നെയാണ്. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഐറ്റമിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിന് ഈ സ്ട്രക്ചറും യൂണിയനും തമ്മിൽ അപ്പോഴെന്താണ് ഡിഫറൻസ്? സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ടോട്ടൽ സൈസ് ഓഫ് ദ സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സൈസ് ഓഫ് എവറി ഡാറ്റ മെമ്പർ പ്രസൻറ്റ്. സ്ട്രക്ചറിൻ്റെ അകത്ത് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ഐറ്റംസിന് ഓരോന്നിനും എത്ര മെമ്മറി സ്പേസ് അലോട്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം സം ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ഒരു സ്ട്രക്ചർ യൂണിറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിയനിൽ എങ്ങനെയാണ് വരുന്നത്? യൂണിയനും ഇങ്ങനെ തന്നെയാണ്. ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിൻ്റെ ഒരു ഗ്രൂപ്പിന് തന്നെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. പക്ഷേ സൈസിൻ്റെ കേസിലാണ് ഡിഫറൻസ് വരുന്നത്. ഇവിടെ ടോട്ടൽ സൈസ് ഓഫ് എ യൂണിയൻ എലമെൻ്റ് എന്ന് പറയുന്നത് ഇതിലുള്ള എല്ലാ എലമെൻറ്റിനും വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറിയുടെ സൈസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ല. യൂണിയൻ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അലോട്ട് ചെയ്ത യൂണിയൻ എലമെൻറ്റ് ഒരു യൂണിയൻ ടൈപ്പിലുള്ള വാരിയബിളിന് വേണ്ടിയിട്ട് നമ്മൾ അലോട്ട് ചെയ്യുന്നത് ഇതിൽ ഏതിനാണോ ഏത് മെമ്പറിനാണോ ലാർജസ്റ്റ് മെമ്മറി റിക്വയർമെൻ്റ് ഉള്ളത് അത്രയും മെമ്മറി സ്പേസ് മാത്രമാണ് നമ്മൾ യൂണിയൻ്റെ കേസിൽ അലോട്ട് ചെയ്യുന്നത്. സ്ട്രക്ചറിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്? ഇതിൽ എത്ര മെമ്പറുണ്ടോ അതിന് ഓരോന്നിനും എത്ര സ്പേസ് വേണോ അത് ഓരോന്നും ആഡ് ചെയ്തിട്ട് ടോട്ടൽ അത്രയും എമൗണ്ട് ഓഫ് മെമ്മറിയാണ് ഒരു സ്ട്രക്ചർ ടൈപ്പിലുള്ള വാരിയബിളിന് വേണ്ടി നമ്മൾ അലോട്ട് ചെയ്യുന്നത്. യൂണിയൻ ആകുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും കൺസിഡർ ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മെമ്മറി സ്പേസ് ഏത് മെമ്പറിനാണോ വേണ്ടത് അത് മാത്രം അലോട്ട് ചെയ്യും. അതിനെ ബാക്കി എല്ലാ മെമ്പേഴ്സും ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്ട്രക്ചറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നെയിമിന് വേണ്ടി സ്റ്റോർ ചെയ്യാം, നമ്പറിന് വേണ്ടി സ്റ്റോർ ചെയ്യാം, ഏജിന് വേണ്ടി സ്റ്റോർ ചെയ്യാം. അറ്റ് എ ടൈം നമുക്ക് ഈ 3 മെമ്പറിനെയും ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്യാരക്ടർ അറേ ഇവിടെ 50 ബൈറ്റ്സ് ആണ് വേണ്ടത്. ഇൻഡ് റോൾ നമ്പർ ഇൻറ്റിജർ 4 ബൈറ്റ്സ് റിക്വയർമെൻ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിന് വേണ്ടിയിട്ടൊരു 4 ബൈറ്റ് മെമ്മറി അലോട്ട് ചെയ്തിട്ടുണ്ടാവും. എഗെയിൻ ഇൻഡ് സ്റ്റുഡൻറ്റ് ഏജ് ഇതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു 4 ബൈറ്റ്സ് മെമ്മറി അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ വരുന്നത് 50 ബൈറ്റ്സ് ഫോർ ദിസ് എൻ്റയർ സ്റ്റുഡൻറ്റ് നെയിം അറേ പ്ലസ് ഇതിന് വേണ്ടിയിട്ടുള്ള 4 ബൈറ്റ്സ് പ്ലസ് ഇതിന് വേണ്ടിയിട്ടുള്ള 4 ബൈറ്റ്സ് 58 ബൈറ്റ്സ് ആണ് ടോട്ടൽ നമ്മൾ അലോട്ട് ചെയ്യുന്നത്. സോ അറ്റ് എ ടൈം തന്നെ നമുക്ക് നെയിമും സെറ്റ് ചെയ്ത് കൊടുക്കാം, റോൾ നമ്പറും സെറ്റ് ചെയ്ത് കൊടുക്കാം, സ്റ്റുഡൻറ്റ് ഏജും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി യൂണിയൻ്റെ കേസിലാണെങ്കിലോ ഇവിടെ നോക്കുക, ക്യാർ എംപ്ലോയി നെയിം ഇതിനെ നമുക്ക് ഒരു അറേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു 20 ബൈറ്റ്സ് ഓഫ് മെമ്മറി സ്പേസ് ആണ്. ഇതൊരു ഇൻറ്റിജറാണ്. ഇതിന് വേണ്ടിയിട്ട് 4 ബൈറ്റ്സ് ആണ്. ഇത് ഫ്ലോട്ടിംഗ് ടൈപ്പാണ്. ഇതിന് വേണ്ടിയിട്ട് 8 ബൈറ്റ്സ് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ്റ് എവിടെയാണ്? ഏത് മെമ്പറിനാണ്? ഫസ്റ്റ് മെമ്പറിന്. ഇവിടെ 20 ബൈറ്റ്സ് വേണം. ഓക്കെ, സോ ടോട്ടൽ ഒരു യൂണിയൻ ടൈപ്പ് വാരിയബിളിന് അലോട്ട് ചെയ്യാൻ പോകുന്നത് ഈ മാക്സിമം റിക്വയർമെൻ്റ് ആയിട്ടുള്ള 20 ബൈറ്റ്സ് ഓഫ് മെമ്മറി സ്പേസ് ആയിരിക്കും. എന്നിട്ട് ആ ഒരു അലോട്ടഡ് സ്പേസിനെ 3 വാരിയബിളും ഷെയർ ചെയ്യും. അപ്പോൾ പ്രോബ്ലം എന്താണ് വരുന്നത്? അറ്റ് എ ടൈം നമുക്കിതിൽ ഏതെങ്കിലും ഒരു മെമ്പറിന് മാത്രമേ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ. അത് ദിസ് നെയിം ഓർ ദിസ് ID ഓർ ദിസ് സാലറി. ബിക്കോസ് ഒരു സ്പേസിനെ
3 പേരും കൂടെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അറ്റ് എ ടൈം ഒരു വാല്യൂ മാത്രമേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂ വാല്യൂ വരുമ്പോൾ പ്രീവിയസ് വാല്യൂ റീപ്ലേസ് ആയിട്ട് അവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് യൂണിയൻ്റെ കേസ്. സോ ക്വസ്റ്റ്യൻസ് നോക്കാം. What would be the size of the following union declaration, assuming size of double equal to 8, size of int equal to 4, size of char equal to 1. ഓക്കെ, സോ നമ്മളിപ്പോൾ യൂണിയൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ഐഡിയ ഡിസ്കസ് ചെയ്തതാണ്. സോ ഡബിൾ ആണെങ്കിൽ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ഡബിൾ ആണെങ്കിൽ ഇവിടെ 8 ബൈറ്റ്സ് ആണ് വേണ്ടത്. ഇൻറ്റിജർ ഇവിടെ ഇൻറ്റിജർ അറേ ആണ് തന്നിരിക്കുന്നത്, ഒരു സിംഗിൾ ഇൻറ്റിജർ അല്ല. ഒരു സിംഗിൾ ഇൻറ്റിജറിനെ സ്റ്റോർ ചെയ്യാനാണ് 4 ബൈറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് എത്ര എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയാണ് ഇവിടെ അലോട്ട് ചെയ്തിരിക്കുന്നത്? 10. സോ 10 × 4, 10 നമ്പർ വേണം, അതിൽ ഒരു നമ്പറിന് 4 ബൈറ്റ്സ്, സോ ടോട്ടൽ 40 ബൈറ്റ്സ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ? ക്യാരക്ടർ ഒരു സിംഗിൾ ക്യാരക്ടറാണ്, ക്യാരക്ടർ അറേ അല്ല. സോ ഇതിന് 1 ബൈറ്റ്. ഇതിലേതാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്? ഇതാണ് 40 ബൈറ്റ്സ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു യൂണിയൻ ടൈപ്പിൽ യു എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്താണ് നടക്കുന്നത്? മെമ്മറി അലോട്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ മെമ്മറിക്കകത്ത് ടോട്ടൽ ദിസ് 40 ബൈറ്റ്സ് അലോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. നെക്സ്റ്റ് വൺ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സി കോഡ്? ഓക്കെ, എഗെയിൻ യൂണിയൻ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് യൂണിയൻ്റെ ഈ ഒരു സ്ട്രക്ചർ നോക്കുക. ഇതാണ് യൂണിയൻ്റെ ടെംപ്ലേറ്റ് ഇവിടെ തന്നിരിക്കുന്നത്, ഇത്രയും പോർഷൻ. ഓക്കെ, ഇതിൽ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫങ്ഷൻ ഡിക്ലറേഷൻ പോലെയാണ് ഈ യൂണിയൻ്റെ ഈ ഒരു ഡിക്ലറേഷൻ പാർട്ട്. എന്തൊക്കെ വേണമെന്ന് ജസ്റ്റ് പറയുന്നത് മാത്രമാണ്. ഓക്കെ, ഇതിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് മെമ്മറി അലോട്ട്മെൻ്റ് ഒന്നും നടക്കുന്നില്ല. എന്തൊക്കെയാണ് ഈ യൂണിയൻ STUവിന് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഇതിൻ്റെ ഒരു സ്കെൽട്ടൺ, ഒരു ടെംപ്ലേറ്റ് മാത്രമാണിത്. ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു യൂണിയൻ STUവിന് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അതിന് കൊടുക്കുന്ന പേരാണ് R ഇവിടെ. ഓക്കെ, സോ ഇത് ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ STUവിന് വേണ്ടത്, ആരൊക്കെയാണ് മെമ്പർ, ഏതൊക്കെ ടൈപ്പിലുള്ള മെമ്പർ ആണെന്ന് സ്പെസിഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ സ്കെൽട്ടൺ. ഓക്കെ, ഇനി ആക്ച്വൽ മെമ്മറി അലോക്കേഷൻ വരുന്നത് ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ്. യൂണിയൻ വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ STU ടൈപ്പിൽ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഇവിടെ R. സോ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് മെമ്മറിക്കകത്ത് എക്സാക്ട് സ്പേസ് മെമ്മറി ലൊക്കേഷൻ അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നോക്കുക എന്തൊക്കെയാണുള്ളത്. ഒരു ഇൻറ്റിജർ ടൈപ്പ് വാരിയബിളുണ്ട്, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് വാരിയബിളുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ അസ്യൂം ചെയ്യാം, ഇവിടെ 4 ബൈറ്റും ഇതിന് 8 ബൈറ്റും ആണ് ഫ്ലോട്ടിംഗ് ടൈപ്പ് വാരിയബിളിന് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ വലുത് 8 ബൈറ്റാണ്. സോ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മെമ്മറിക്കകത്ത് 8 കോൺസിക്യൂട്ടീവ് ബൈറ്റ്സ് അലോട്ട് ചെയ്തിട്ട് അതിന് പേര് കൊടുക്കും ER, STU.R. സോറി, STU ടൈപ്പിലുള്ള R എന്ന് പറയുന്ന വാരിയബിൾ. ഓക്കെ, ഇനി ഇവിടെ എന്താ അടുത്ത ലൈൻ? R.I വാല്യൂ ഈക്വൽ ടു 5. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ അലോട്ട് ചെയ്തിരിക്കുന്ന എൻ്റയർ സ്പേസ് യൂസ് ചെയ്തിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പോകുന്ന വാല്യൂ എന്തായിരിക്കും? 5. R.I വാല്യൂ ഈക്വൽ ടു 5. അത് ഏത് മെമ്പറിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെ I വാല്യൂവിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ എൻ്റെ സ്പേസ് യൂസ് ചെയ്തിട്ട് ഈ 5നെ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ദെൻ printf R.I വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഈ ലൊക്കേഷനിൽ ഇപ്പോഴും പോയിന്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഈ അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസിന് ഇപ്പോൾ പോയിന്റ് ചെയ്തിരിക്കുന്നത് R.I വാല്യൂ ആണ്, R.F വാല്യൂ അല്ല. F വാല്യൂവിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, R.I വാല്യൂ ആണ് ഇവിടെ അലോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഇപ്പോൾ പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ 5 സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് R.I വാല്യൂ ആണ് ഇവിടെ ഇപ്പോൾ പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ print%d R.I വാല്യൂ എന്ന് കൊടുക്കുമ്പോൾ ഏത് വാല്യൂ പ്രിന്റ് ചെയ്ത് കാണിക്കും? ഇവിടെ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? അതിപ്പോഴും 5 ആണ്.
സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്തത് വീണ്ടും യൂണിയൻ ബേസ്ഡ് തന്നെയാണ്. യൂണിയൻ ഇവിടെ സ്കെൽട്ടൺ പറഞ്ഞു തന്നിരിക്കുകയാണ്. യൂണിയൻ വാർ ഇൻഡ് എ കോമ ബി, 2 ഇൻറ്റിജറാണ്. ഓക്കെ, സോ എന്ത് ചെയ്യും? 2 ഇൻറ്റിജറിനും സെപ്പറേറ്റ് സ്പേസ് അലോട്ട് ചെയ്യില്ല. ഇത് ഉദ്ദേശിക്കുന്നത് ഇതിൽ മാക്സിമം സൈസ് വേണ്ടത് എ എന്ന് പറയുന്ന വാരിയബിളിനും 4 ബൈറ്റ്സ് ആണ് വേണ്ടത്, ബി എന്ന് പറയുന്ന വാരിയബിളിനും 4 ബൈറ്റ്സ് ആണ് വേണ്ടത്. സോ യൂണിയൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇതിൽ ലാർജസ്റ്റ്. രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം 4 ബൈറ്റ് ആണ് നമ്മൾ മെമ്മറിയിൽ അലോട്ട് ചെയ്യേണ്ടത്. 8 ബൈറ്റ്സ് അല്ല, 4 ബൈറ്റ് ഇതിലെ മാക്സിമം. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ആക്ച്വൽ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. സോ ഇവിടെ നമ്മൾ എത്ര ബൈറ്റ്? 4 ബൈറ്റ്സ് അലോട്ട് ചെയ്യുന്നു. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? വി ഡോട്ട് എ ഈക്വൽ ടു 10. ഓക്കെ, സോ വി ഡോട്ട് എ ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു, അവിടെ 10നെ സ്റ്റോർ ചെയ്യുന്നു. ദെൻ അടുത്തെന്താ? വി ഡോട്ട് ബി ഈക്വൽ ടു 20 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്? വി ഡോട്ട് എ 10 കൊടുത്തു, വി ഡോട്ട് ബി 20 എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ സ്പേസ് ഒന്നും അലോട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഷെയറബിൾ ആയിട്ടുള്ള ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. സോ ഈ 10 മാറിയിട്ട് അവിടെ 20 വരും. ഓക്കെ, സോ വി ഡോട്ട് എ ആണെങ്കിലും വി ഡോട്ട് ബി ആണെങ്കിലും പോയിന്റ് ചെയ്യുന്നത് സെയിം ഈ ഒരു അലോട്ടഡ് 4 ബൈറ്റ്സിലാണ്. അവിടെ ഇപ്പോൾ ഉള്ള വാല്യൂ 20 ആണ്. സോ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ ഇത് പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴവിടെ അവൈലബിൾ ആയിട്ടുള്ള വാല്യൂ 20 ആയിരിക്കും. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ലാസ്റ്റ് ഏത് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് ആ വാല്യൂ ആണ് നമ്മുടെ മെമ്മറിക്കകത്ത് ഉണ്ടാവുക. അതിന് മുന്നേ ഉള്ളതിനെ റീപ്ലേസ് ചെയ്തിട്ട് ന്യൂ വാല്യൂ വരും. സോ വി ഡോട്ട് എ ആണെങ്കിലും വി ഡോട്ട് ബി ആണെങ്കിലും പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ ഈ ഒരു പോയിന്റ് ചെയ്തിരിക്കുന്ന മെമ്മറിയിൽ എന്താണോ ഉള്ളത് അതാണ് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് 20 നൗ. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ഒരു സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ ആകുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. സ്ട്രക്ട് റിസൾട്ട് ക്യാർ സബ് ഓഫ് 20 ഇൻഡ് മാർക്സ്. ഒരു ക്യാരക്ടർ അറേയും വേണം, 20 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ, 20 ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ അറേയും ഒരു ഇൻഡിജർ മാർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിജർ വാരിയബിളുമാണ്. സോ സ്ട്രക്ചറാണ്, യൂണിയൻ അല്ല. സോ വൺ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ 1 ബൈറ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര വേണം? ടോട്ടൽ 20 ബൈറ്റ്സ്. ഇൻഡിജർ സ്റ്റോർ ചെയ്യാൻ 4 ബൈറ്റ്സ് ആണെങ്കിൽ ഇവിടെ ഒരു ഇൻഡിജർ സിംഗിൾ ഇൻഡിജർ വാരിയബിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ടോട്ടൽ 4 ബൈറ്റ്സ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ റിസൾട്ടിൻ്റെ സ്കെൽട്ടൺ ടെംപ്ലേറ്റ്. ഇതൊക്കെയാണ് അതിന് വേണ്ടത്. സോ നമ്മൾ മെയിനിൽ വന്നിട്ട് ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ആക്ച്വൽ മെമ്മറി അലൊക്കേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചർ വാരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് സ്ട്രക്ചർ വാരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? സ്ട്രക്ചർ വാരിയബിൾ ഒരു അറേ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. RES എന്ന് പറയുന്ന അറേ ആണ് നമ്മുടെ സ്ട്രക്ചർ വാരിയബിൾ. ഓക്കെ, അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഇത് ഫസ്റ്റ് മെമ്പർ, ഇത് സെക്കൻഡ് മെമ്പർ, ഇത് തേർഡ് മെമ്പർ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള വാല്യൂസ് ആണ്. സോ ടോട്ടൽ 3 റിസൾട്ട് ടൈപ്പിലുള്ള 3 യൂണിറ്റ് അല്ലെങ്കിൽ 3 വാരിയബിൾസ് ആണ് നമ്മൾ ഇൻ എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇത് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം ഇത് 20 ബൈറ്റ്സ് ക്യാരക്ടർ അറേയും 4 ബൈറ്റ്സ് ഫോർ ഇൻഡിജർ മാർക്കുമാണ് നമുക്ക് ഓരോ എലമെൻറ്റിനും വേണ്ടത്. സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് മെമ്മറി സ്പേസ് വേണം നമുക്ക്. ഇതിൽ 20 ബൈറ്റ്സ് ക്യാരക്ടർ അറേക്ക് വേണ്ടിയിട്ടും ഒരു 4 ബൈറ്റ് ഇൻഡിജറിന് വേണ്ടിയിട്ടും അടുത്ത എലമെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് സ്റ്റോർ ചെയ്യും? ഇവിടെ നമ്മൾ മാത്സ്, എന്നിട്ട് ഇവിടെ 100. ഓക്കെ, ഇതിൻ്റെ പേരെന്തായിരിക്കും? ഇതിനെങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ഇത് നമ്മുടെ ഫസ്റ്റ് അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന സ്ട്രക്ചർ വാരിയബിൾ ആണ്. സോ നമുക്കതിനെ RES ഓഫ് 0 ഡോട്ട് മാത്സ്, അതുപോലെ RES ഓഫ് 0 ഡോട്ട് മാർക്സ്, അങ്ങനെ നമുക്കിതിനെ ആക്സസ് ചെയ്യാം. ഓക്കെ,
സോറി മാത്സ് എന്നല്ല, RES(0) എന്തായിരുന്നു വാരിയബിളിൻ്റെ പേര്? ഈ മെമ്പറിൻ്റെ പേര് സബാണ്. ഓക്കെ, അപ്പോൾ RES(0) സബ്ജക്റ്റിൻ്റെ പേര്, അതിന് ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ ആണ് മാത്സ്. ഓക്കെ, ഇനി RES(0)marks, അവിടെ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് ഈ 100. ഓക്കെ, ഈ ഇത്രയും ഇൻഫോർമേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ RES(0) എന്ന് പറയുന്ന ഫസ്റ്റ് റിസൾട്ട് വാരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് നോക്കുകയാണെങ്കിൽ എന്താ? സ്ട്രക്ചറാണ്. ഓരോ വാരിയബിളിനും സെപ്പറേറ്റ് സ്പേസ് നമ്മൾ അലോട്ട് ചെയ്യണം. സോ ഇത് സെക്കൻഡ് സ്ട്രക്ചർ വാരിയബിളിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്. എഗെയിൻ 20 ബൈറ്റ്സ് സബ്ജക്റ്റിനും 4 ബൈറ്റ് മാർക്സിനും കൊടുക്കുകയാണ്. ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പോയിന്റർ എന്ന് പറയുന്നത് RES(1) ഡോട്ട്, ഇത് സബ് ആയിരിക്കും. ഇവിടെ എന്താണ്? RES(1) ഡോട്ട് മാർക്സ്. ഓക്കെ, സബിൻ്റെ അകത്ത് വരാൻ പോകുന്നത് സയൻസ് ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യും. മാർക്സിന് വേണ്ടി ഇനീഷ്യലൈസ് ചെയ്യുന്നത് 90 ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്? കഴിഞ്ഞിട്ടില്ല, നമ്മൾ മൂന്നാമത്തെ സ്ട്രക്ചർ വാരിയബിൾ ഉണ്ട്. സോ എഗെയിൻ മെമ്മറി അലോക്കേഷൻ വരികയാണ്. ഇതിന് 20 ബൈറ്റ്സും ഇതിന് 4 ബൈറ്റ്സും. ഇതിന് കൊടുത്തിരിക്കുന്ന പോയിന്റർ എന്ന് പറയുന്നത് RES(2) ഡോട്ട് സബ്, RES(2) ഡോട്ട് മാർക്സ്. സബ് എന്തായിട്ട് ഇനീഷ്യലൈസ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്? ഇംഗ്ലീഷ്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ മാർക്സിന് 85. ഓക്കെ, ഇതാണ് ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മെമ്മറിക്കകത്ത് നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രിന്റ് ഓഫ് പെർസെൻറ്റേജസ് RES(1) ഓഫ് സബ്. RES(1) എന്ന് പറയുന്ന പോയിന്റർ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? ഈ ഒരു മെമ്മറി ലൊക്കേഷനിലാണ്. അതിലെ ആരെയാണ് നമുക്ക് വേണ്ടത്? RES(1) ഡോട്ട് സബ്. അവിടെ എന്താണ് ഇപ്പോഴുള്ളത്? സയൻസ് എന്നാണുള്ളത്. സോ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് സയൻസ്. ഓക്കെ, ഇവിടെ എന്താ നോക്കുക? RES+2 സ്റ്റാർ പോയിന്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. RES അറേ ആണല്ലോ. അറേ നെയിം എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അറേ നെയിം ഇറ്റ് സെൽഫ് ആക്ട് ആസ് എ പോയിന്റർ ടു ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് അറേ. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. RES is equal to address of RES(0). ഇവിടെ ഈ ഒരു എക്സാമ്പിൾ അനുസരിച്ച് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എപ്പോഴും അറേ നെയിം പോയിന്റ് ചെയ്യുന്നത്. സോ നോക്ക്, RES+2 എന്ന് പറയുമ്പോൾ അപ്പോഴെന്തായിരിക്കും? നമ്മൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ 0, 1, 2. RES എന്ന് പറയുന്ന നെയിം പോയിന്റ് ചെയ്യുന്നത് 0-ലായിരിക്കും. 1 എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ജമ്പ് ചെയ്ത് അടുത്ത ലൊക്കേഷൻ, 2 എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ജമ്പ് ചെയ്ത് ഈ ലൊക്കേഷൻ. അപ്പോൾ RES(2) എന്ന് പറയുന്നത് ഈ ഒരു RES(2) എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് ഇപ്പോൾ പോയിന്റ് ചെയ്തിരിക്കുന്നത്. RES+2 എന്ന് പറയുമ്പോൾ ഓക്കെ, RES+2 എന്ന് പറയുമ്പോൾ പോയിന്റ് ചെയ്തിരിക്കുന്നത് ഈ ലൊക്കേഷനായിരിക്കും. സോ അതിൻ്റെ സ്റ്റാർ മീൻസ് അവിടെ വരുന്ന വാല്യൂ. ഓക്കെ, അതിൽ ആരെയാണ് വേണ്ടത്? മാർക്സ് ആണ് വേണ്ടത്. സോ നമ്മൾ RES(2) എന്ന് പറയുന്ന ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ജമ്പ് ചെയ്ത് ഇവിടെ വന്നു, അവിടുന്ന് ജമ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ആരെയാണ് വേണ്ടത്? RES(2) ഡോട്ട് മാർക്സ്. അവിടെ എന്താ ഇപ്പോൾ ഉള്ളത്? 85. സോ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് 85 ആയിരിക്കും. സോ സയൻസ് 85 എന്നുള്ള ഈ ഒരു ആൻസറാണ് റൈറ്റ്. ബി, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് എഗെയിൻ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്ട്രക്ട് എംപ്ലോയി char star emp name into salary. ഓക്കെ, ഒരു എംപ്ലോയി നെയിം ഒരു char star ഒരു പോയിന്റർ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. എംപ്ലോയി നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരക്ടർ പോയിന്റർ, പിന്നെ ഒരു സാലറി സ്റ്റോർ ചെയ്യാനുള്ള ഇൻറ്റിജർ വാരിയബിൾ. ഓക്കെ, ഇനി നോക്കുക,
സ്ട്രക്ട് എംപ്ലോയി ഇ കോമ ഇ എൽ. ഓക്കെ, രണ്ട് വേരിയബിൾ എംപ്ലോയി ടൈപ്പിലുള്ള രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇ കോമ ഇ എൽ. ദെൻ എന്ത് ചെയ്തു, ഇ ഡോട്ട് എംപ് നെയിം ഈക്വൽ ടു ശ്രീധർ എന്ന് സ്റ്റോർ ചെയ്തു, ഇ എൽ ഈക്വൽ ടു ഇ. ഓക്കെ, ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് നടക്കുക? നമ്മൾ രണ്ട് മെമ്മറി സ്പേസ് അലോക്കേഷൻ നടക്കും. ഒന്ന് ഇക്ക് വേണ്ടിയിട്ട്, ഒന്ന് ഇ എല്ലിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ എന്തൊക്കെ വേണം? ഒരെണ്ണം എംപ്ലോയി നെയിമിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്, അതിൻ്റെ പോയിൻ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എത്ര ബൈറ്റ് എന്ന് കറക്റ്റ് പറഞ്ഞിട്ടില്ല, സോ ഒരു മെമ്മറിയിലോട്ട് പോയിന്റ് ചെയ്യുകയാണ്. ക്യാരക്ടർ ആയിട്ട്, ക്യാരക്ടർ ടൈപ്പ്, ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു 1 ബൈറ്റിലോട്ട് പോയിന്റ് ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ സാലറി. ഓക്കെ, ഇനി ഇ എല്ലിൻ്റെ നെയിമിന് വേണ്ടിയിട്ടുള്ള സ്പേസ്, സാലറിക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ്. ഓക്കെ, ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതാണ് ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നടക്കുന്നത്. ദെൻ ഇ ഡോട്ട് എം നെയിം ഈക്വൽ ടു ശ്രീധർ എന്ന് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എവിടെയാണ് നമ്മൾ പോകേണ്ടത്? ഇ ഡോട്ട് എംപ് നെയിം, ഇ ഡോട്ട് എംപ് നെയിം ഇവിടെയാണ്. ഇവിടെയാണ് എന്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്? ശ്രീധർ. ഓക്കെ, ഇനി ഇ എൽ ഈക്വൽ ടു ഇ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? ഇപ്പോൾ ഇവിടെയുള്ള വാല്യൂവിൻ്റെ കോപ്പി നമ്മൾ ഇ എല്ലിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എന്താണെന്ന് നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഈ എംപ് നെയിം മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ കോപ്പി ചെയ്യുമ്പോൾ ഇവിടെയുള്ള ശ്രീധർ ഇ എൽ ഡോട്ട് ഇ എൽ ഡോട്ട് എംപ് നെയിമിലോട്ട് ഇവിടെയുള്ള ശ്രീധറിനെ കോപ്പി ചെയ്യും. ഇവിടെ ഗാർബേജ് വാല്യൂ ആണുള്ളത്, നമ്മൾ ഇ ഡോട്ട് സാലറി സെറ്റ് ചെയ്തിട്ടില്ല. സോ ഇവിടെയുള്ള ഗാർബേജ് വാല്യൂ ഇവിടുത്തെ സാലറിയിലോട്ടും ഇ എൽ ഡോട്ട് സാലറിയിലോട്ടും കോപ്പി ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് ഇ ഡോട്ട് എംപ് നെയിം ഇ എൽ ഡോട്ട് എംപ് നെയിം. അപ്പോൾ എന്തായിരിക്കും? ശ്രീധർ ഇവിടെ കോപ്പി ചെയ്തല്ലോ. സോ ഇ ഡോട്ട് എംപ് നെയിമും ഇ എൽ ഡോട്ട് എം നെയിമും പ്രിൻ്റ് ചെയ്താൽ എന്ത് തന്നെയാണ് പ്രിൻ്റ് ചെയ്യുക? ശ്രീധർ എന്നാണ് പ്രിൻ്റ് ചെയ്യുക. Okay, so option C is the right answer. Again, ഒരു structure based question ആണ്. Student int number 5 char name of 20 void main structure student s. ഇവിടെ എന്ത് നടക്കുകയാണ്? സ്ട്രക്ചർ വാരിയബിൾ എസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ മെമ്മറിക്കകത്ത് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ മെമ്മറിക്കകത്ത് നമ്മൾ സ്പേസ് അലോട്ട് ചെയ്യുന്നു. നെയിമിന് വേണ്ടി ഫസ്റ്റ് ഇൻഡിജർ നം. ഓക്കെ, എസ് ഡോട്ട് നം, സ്ട്രക്ചർ നെയിം എസ് എന്നാണ്. സോ എസ് ഡോട്ട് നം ഇവിടെ എന്ത് വരും? വാല്യൂ 5 സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ നമുക്കിങ്ങനെ വാല്യൂ കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല, ഉണ്ടോ? ഇത് ജസ്റ്റ് എന്താണ്? ഇത് ആക്ച്വൽ മെമ്മറി അലോക്കേഷൻ അല്ല ഇവിടെ നടക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലറേഷനൊക്കെ പോലെ എന്തൊക്കെയാണ് ഒരു ഫംഗ്ഷന് വേണ്ടത് എന്നുള്ള ഇൻഡിക്കേഷൻ മാത്രമാണ്. ഫംഗ്ഷൻ അല്ല, സ്ട്രക്ചറിൻ്റെ പേരെന്താണ് കൊടുത്തിരിക്കുന്നത്, അതിൽ ഏതൊക്കെ മെമ്പറുണ്ട്, ഓരോ മെമ്പറിനും എത്രയും ബൈറ്റ്സ് വേണം എന്നുള്ള ടെംപ്ലേറ്റ് മാത്രമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് മെമ്മറി അലോക്കേഷൻ നടക്കുന്നില്ല. ആക്ച്വൽ മെമ്മറി അലോക്കേഷൻ, ഇത്രയും മെമ്മറി അലോട്ടഡ് ആവുന്നത് എപ്പോഴാണ്? ഈ ഒരു സ്ട്രക്ചർ വാരിയബിൾ ഡിക്ലറേഷൻ ടൈമിലാണ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻവാലിഡ് ആണ്. ഇൻഡ് നം എന്ന് പറയാനല്ലാതെ അവിടെ വാല്യൂ അസൈൻ ചെയ്യാൻ നമുക്ക് ഇവിടെ പറ്റില്ല. ഇവിടെ മെമ്മറി അലോട്ടഡ് ആയിട്ടില്ല. എവിടെയാണ് മെമ്മറി അലോക്കേഷൻ ചെയ്യുന്നത്? ഈ ടൈപ്പിലുള്ള നമ്മൾ ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ യൂസർ ഡിഫൈൻഡ് ആണ്. സോ യൂസറായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഈ സ്ട്രക്ചർ സ്റ്റുഡൻറ്റിൻ്റെ മെമ്പർ ആരൊക്കെയാണെന്ന്. ഓക്കെ, സോ ഇനി ഇതാണ് നമ്മുടെ എക്സാക്റ്റ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ മെമ്മറി അലോട്ട് ചെയ്ത് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല.
ഇവിടെ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് വാരിയബിൾ മെമ്പർ വാരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. സോ എന്തായിരിക്കും ഇൻ എഫക്റ്റ് കമ്പൈൽ ടൈം തന്നെ ഇത് എറർ ആയിട്ടാണ് കാണിക്കുക, എറർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫയൽ എന്ന് പറഞ്ഞ ഫയൽ ഹാൻഡ്ലിംഗ് കോൺസെപ്റ്റിൻ്റെ ബേസ് മാത്രം നോക്കാം. ഇതിൽ കൂടുതൽ നമുക്ക് പ്രോഗ്രാം എഴുതാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടേ ഉള്ളൂ, അല്ലാതെ MCQ ടൈപ്പിൽ പ്രോഗ്രാം കോഡ് തന്നിട്ടുള്ള MCQs വരാൻ ചാൻസ് കുറവാണ്. സോ നോക്കാം, നമുക്കിതിൽ പ്രോഗ്രാം കോഡ് എഴുതാൻ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് സ്പേസിലോട്ട് നമുക്ക് ഇൻട്രാക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് സെക്കൻഡറി മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യാനും സെക്കൻഡറിൻ്റെ അകത്ത് നിന്നുള്ള ആക്സസ് ചെയ്യാനുമാണ് ഫയൽ ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. സോ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫയലിനെ ആക്സസ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, എഫ് ഓപ്പൺ. ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഫയലിൻ്റെ പാത്ത്. ഓക്കെ, നിങ്ങളുടെ ഫയലിൻ്റെ പാത്ത് എവിടെയാണോ ഉള്ളത് ആ പാത്ത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. കോമ മോഡ് എന്ന് പറയുമ്പം ഏത് മോഡിൽ ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ്. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്ത ഫയലിലുള്ള കാര്യങ്ങൾ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അതിൽ കറക്ഷൻസോ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, അപ്പോൾ റീഡ് മോഡിൽ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാം. റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, ഒരു റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയലിൻ്റെ അകത്ത് കാര്യങ്ങൾ റൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, സോ example.txt എന്ന് പറയുന്ന ഫയൽ ഓൾറെഡി ഉണ്ടെങ്കിൽ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, ഇങ്ങനെ ഒരു ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ സെക്കൻഡറി ഡിവൈസിനകത്തെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. റീഡ് മോഡിൻ്റെ കേസാണ് പറയുന്നത്. ഈ ഒരു ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന പാത്ത് കറക്റ്റ് ആണെങ്കിൽ അവിടെ ഈ ഒരു ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ നടക്കുക, ഓപ്പൺ ചെയ്യും, അതിലുള്ള കാര്യങ്ങൾ നമുക്ക് വായിക്കാം, റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി example.txt എന്ന് പറയുന്ന ഈ ഫയൽ നിങ്ങൾ ഇവിടെ ആക്ച്വലി ഫയലിൻ്റെ നെയിം മാത്രം പറഞ്ഞാൽ പോരാ, എൻ്റെയർ ഈ ഒരു എവിടെയാണോ ഏത് ഡയറക്ടറിക്കകത്താണോ ഉള്ളത് കംപ്ലീറ്റ് പാത്ത് വേണം ഇവിടെ പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, സോ അവിടെ ഈ ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് റീഡ് മോഡിലാണെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്യില്ല, ഓപ്പൺ ചെയ്യാൻ അവിടെ ഇല്ല. ഓക്കെ, ഇനി റൈറ്റ് മോഡ്, റീഡ് മോഡിന് പകരം നമ്മൾ റൈറ്റ് മോഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു example.txt ആക്സസ് ചെയ്യാമെന്ന് ഓർക്കുക. ഓൾറെഡി ഈ ഒരു ഫയൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ നടക്കുക, ഓൾറെഡി ഉള്ള ഫയലിനെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പുതിയതായിട്ട് എഴുതാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ റീറൈറ്റ് ആവുകയാണ് ചെയ്യുക. ഓൾറെഡി ഉള്ളതൊക്കെ ഇറേസ് ആയിട്ട് നമ്മൾ ഇതിലോട്ട് പുതിയ കാര്യങ്ങൾ റൈറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഓൾറെഡി ആ ഫയൽ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, ഒരു ബ്ലാങ്ക് ഫയൽ ക്രിയേറ്റ് ആവും. അതാണ് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്. ഓക്കെ, ഓൾറെഡി example.txt നിങ്ങൾ പറഞ്ഞ പാത്തിൽ ഇല്ല എങ്കിൽ ഒരു ബ്ലാങ്ക് ഫയൽ ക്രിയേറ്റ് ആവും. ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിലുള്ള കണ്ടന്റ് റീപ്ലേസ് ചെയ്തിട്ട് ബിഗിനിങ് തൊട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ റൈറ്റ് ചെയ്ത് വരും. അതാണ് റൈറ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ. ഇനി ഒരെണ്ണമുണ്ട് ബേസിക് മോഡിൽ വരുന്നതാണ് അപ്പെൻഡ് മോഡ് എന്ന് പറയുന്നത്. സോ അപ്പെൻഡ് മോഡിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഓൾറെഡി ഒരു ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ കാര്യങ്ങൾ അപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകാം. ഓക്കെ, അതിലുള്ളതിനെ ഇറേസ് ചെയ്യില്ല, ഓൾറെഡി എത്ര വരെ അതിൽ കണ്ടന്റ് ഉണ്ടോ അതിൻ്റെ ലാസ്റ്റ് പോയിന്റ് തൊട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ അപ്പെൻഡ് ചെയ്ത് പോകാം. ഓക്കെ, ഇനി ഇതിന് തന്നെ മോഡിഫിക്കേഷൻസ് ഉണ്ട്, R+W+A+ എന്നൊക്കെ പറഞ്ഞിട്ട്. തൽക്കാലം ബേസിക് മോഡുകൾ ഓർത്ത് വെക്കുക, റീഡ്, റൈറ്റ്, അപ്പെൻഡ്. ഓക്കെ, കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. എ മോഡ് വിച്ച് ഈസ് യൂസ് ടു ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഫയൽ ഫോർ ബോത്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഏത് മോഡാണ് ബോത്ത് റീഡിങ് ആൻഡ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്? അതിന് ആൻസർ നമുക്ക് എക്സ്ട്രാ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. R+,
ഡബ്ല്യു പ്ലസ് എ പ്ലസ്. ഓക്കെ, ആർ പ്ലസ് എന്ന് ബേസിക് ഒരു ഐഡിയ തരാം. ആർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എയും റീഡ് ഓപ്പറേഷൻ തന്നെയാണ്. റീഡ് ബേസിക് ആയിട്ടുള്ള റീഡ് പ്രോപ്പർട്ടി എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. റീഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു? റീഡ് മോഡിൽ ഓപ്പൺ ചെയ്താൽ എന്തെന്നാ പറഞ്ഞത്? ഓൾറെഡി ഒരു ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഇവിടെ കൊടുത്തിരിക്കുന്ന ഫയലിനെയും നിങ്ങളുടെ പാത്ത് ലൊക്കേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു തരും. ഓക്കെ, ആർ പ്ലസ് എന്ന് പറഞ്ഞാലും റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യും. പക്ഷെ ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും, നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിലുള്ള കണ്ടന്റിനെ ക്ലിയർ ചെയ്തിട്ടല്ല, അവിടെയുള്ള കണ്ടന്റിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ പറ്റും. ഓക്കെ, അതാണ് ആർ പ്ലസ് മോഡ്. ആർ പ്ലസ് മോഡ് എന്ന് പറഞ്ഞാൽ റീഡ് മോഡിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. അതുപോലെ റൈറ്റിൻ്റെ ഒരു കാര്യം എന്താണ്? നമുക്ക് ഓൾറെഡി ഉള്ള കണ്ടന്റിൽ സ്റ്റാർട്ടിങ്ങിലോ മിഡിലോ എൻഡിലോ എവിടെ വേണമെങ്കിലും നമുക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള പെർമിഷൻ കൂടിയുണ്ട്. അതാണ് ആർ പ്ലസ് മോഡ്. ഓക്കെ, ഡബ്ല്യു പ്ലസ് മോഡ് എന്തായിരിക്കും? ഡബ്ല്യു പ്ലസ് മോഡ് എന്ന് വെച്ചാൽ റൈറ്റ് പ്ലസ്. റൈറ്റ് പ്രോപ്പർട്ടി എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും, അതിൻ്റെ കൂടെ റീഡ് പെർമിഷനും കൂടെ തരും. ഓക്കെ, അപ്പോൾ റൈറ്റ് പ്ലസ് എന്ന് പറയുമ്പോൾ റൈറ്റിൻ്റെ മോഡിൻ്റെ കേസ് എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ പറഞ്ഞിരിക്കുന്ന പാത്തിൽ ഈ ഒരു ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളതിനെ ക്ലിയർ ചെയ്യും. ഓക്കെ, അവിടെ ഉള്ളതിനെ ക്ലിയർ ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ റൈറ്റ് ചെയ്യും. അവിടെ ഒരു ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു ബ്ലാങ്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ കൂടെ റീഡ് പെർമിഷനും കൂടെ വേണമെങ്കിൽ നമുക്ക് റൈറ്റ് പ്ലസ് മോഡിൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, അടുത്തതാണ് എ പ്ലസ് മോഡ്, അപ്പൻഡ് പ്ലസ് മോഡ്. അപ്പൻഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൻഡ് പ്രോപ്പർട്ടി എല്ലാം അതേപോലെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൻഡ് മോഡിൽ ഓപ്പൺ ചെയ്താൽ എന്തായിരുന്നു? ഓൾറെഡി ഉള്ള ഫയലിനെ ഓപ്പൺ ചെയ്യുന്നു, അതിലുള്ള ഡാറ്റ റിമൂവ് ചെയ്യില്ല. നമുക്ക് പുതിയ കാര്യങ്ങൾ ഇപ്പോൾ എവിടം വരെയാണോ ആ ഫയലിൽ കണ്ടന്റ് ഉള്ളത് അതിനുശേഷം നമുക്ക് അപ്പൻഡ് ചെയ്യാം, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് എ മോഡ് എന്ന് പറഞ്ഞു. പ്ലസും കൂടെ വന്നാൽ ഇതിൽ റീഡ് പെർമിഷൻ കൂടെ വരും. അപ്പൻഡ് ചെയ്യാം, നമുക്കതിലുള്ള കണ്ടന്റ് റീഡ് ചെയ്യാനുള്ള പെർമിഷനും കൂടി ഉണ്ട്. ഓക്കെ, അതാണ് ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് എ പ്ലസ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഫയൽ ബോത്ത് ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, റൈറ്റ് ചെയ്യാനും വേണം റീഡ് ചെയ്യാനും വേണം. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു പ്ലസ് ആണ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ട് ആർ പ്ലസ് ചെയ്തുകൂടാതെ? ആർ പ്ലസ് എന്ന് പറയുന്നത് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഓൾറെഡി ഉള്ളതിൻ്റെ സ്റ്റാർട്ടിങ്, ബിഗിനിങ്, മിഡിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആണ് അങ്ങനെയുള്ള റൈറ്റിംഗ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്ലാങ്ക് ഒരു ഫയൽ, ഓൾറെഡി ഇവിടെ ഒരു പ്രശ്നം എന്തായിരുന്നു? ആർ പ്ലസ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പാത്തിൽ നമുക്ക് വേണ്ട ഫയൽ ഇല്ല എങ്കിൽ അവിടെ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, റീഡിൻ്റെ പ്രോപ്പർട്ടിയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, പ്ലസ് എഡിറ്റിംഗ് ഓപ്ഷൻ കൂടെയാണ് ആർ പ്ലസ്. ഓക്കെ, സോ നമുക്ക് വേണ്ട ഫയൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ഇല്ലെങ്കിൽ പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, പക്ഷെ ഡബ്ല്യു പ്ലസ് മോഡിൽ എങ്ങനെയാണ്? റൈറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യും. റൈറ്റ് മോഡിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയായിരുന്നു? നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് റൈറ്റ് ചെയ്യാം, അതിനെ ക്ലിയർ ചെയ്തിട്ട് റൈറ്റ് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫയൽ നെയിം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു ബ്ലാങ്ക് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡബ്ല്യു പ്ലസ് മോഡ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ റീഡ് പെർമിഷനും കൂടെ, അതിലുള്ള കണ്ടന്റ് റീഡ് ചെയ്യാനുള്ള പെർമിഷനും കിട്ടും. സോ റീഡിങ് ആൻഡ് റൈറ്റിംഗ് രണ്ടും വേണമെങ്കിൽ ഡബ്ല്യു പ്ലസ് മോഡാണ് റൈറ്റ് ആൻസർ. ഒരു ബേസിക് ഫയൽ മാനിപ്പുലേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫയൽ സ്റ്റാർ FPTR നേരത്തെ കണ്ടതാണ്. എഫ് ഓപ്പൺ, ഫയൽ നെയിം, റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ പാത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഫയലിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യും. എഫ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്? സക്സസ്ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബിഗിനിങ്ങിലേക്ക് ഒരു പോയിൻ്റർ റിട്ടേൺ ചെയ്യും. ആ പോയിൻ്ററാണ് നമ്മളിവിടെ FPTR പോയിൻ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതിനാണ് ആദ്യം ഒരു ഫയൽ പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുന്നു,
ദാറ്റ് പോയിന്റർ ഈക്വൽ ടു എഫ് ഓപ്പൺ ഓഫ് കൊടുത്തിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പാത്തിലുള്ള ഫയലിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ ഏത് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു, റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ ബിഗിനിങ്ങിലോട്ട് നമ്മൾ ഏത് പോയിന്ററിനെ, ഇപ്പം നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന FPTRനെ പോയിന്റ് ചെയ്ത് വെക്കും. അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ദെൻ അടുത്ത എന്താ, fseek FPTR, 4, seek set. fseek എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. fseek എന്തിനാണ്, നമ്മുടെ ഫയൽ പോയിന്ററിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ സെറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് fseekഉം. അതിന് വേണ്ടിയിട്ടുള്ള വേരിയബിളാണ് seek set. seek set എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഫയലിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ തൊട്ട് എന്ന് കാണിക്കാനാണ് seek set വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽ പോയിന്റർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എവിടെയാണ് ഉണ്ടാവുക, യൂഷ്വലി അത് ബിഗിനിങ്ങിൽ വന്നിരിക്കും. ഇനി എന്ത് ചെയ്യണം, seek set ആണ്. സോ ബിഗിനിങ്ങിൽ നിന്ന് 4 പൊസിഷൻ സ്കിപ്പ് ചെയ്തിട്ട് അവിടെ നമ്മുടെ ഫയൽ പോയിന്ററിനെ കൊണ്ടുവന്ന് വെക്കണം. അതാണ് fseekൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ബിഗിനിങ്ങിലുണ്ട്, അവിടെ നിന്ന് 4 ക്യാരക്ടർ സ്കിപ്പ്, 3ാമത്തെ സ്കിപ്പ് 4ാമത്തെ പോയിന്റിൽ കൊണ്ടുപോയിട്ട് FPTRനെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനാണ് fseek ഓഫ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയൽ പോയിന്റർ, എത്ര ബൈറ്റ് ജമ്പ് ചെയ്യണം എന്നുള്ള വാല്യൂ seek set. seek set എന്ന് വെച്ചാൽ ബിഗിനിങ് എന്ന് ചെയ്യണം എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, സോ char c ഈക്വൽ ടു fgetc ഓഫ് FPTR. fgetc ഫംഗ്ഷൻ എന്തിനാണ്, ക്യാരക്ടർ ഫയലിൽ നിന്ന് ഗെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. ക്യാരക്ടർ വൈസ് ഫയലിൽ നിന്ന് ഗെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് fgetc ഓഫ് FPTR. അത് സിയിലോട്ട് എടുക്കും, എന്നിട്ട് സീനെ പ്രിന്റ് ചെയ്യും. എന്താണ് ഇൻ എഫക്റ്റ് കിട്ടേണ്ടത്, ഫയലിൻ്റെ 4th ബൈറ്റ് ലൊക്കേഷനിൽ വരുന്ന ക്യാരക്ടറിനെ ഗെറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, ബിഗിനിങ്ങിൽ നിന്ന് 4th പൊസിഷനിൽ വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ, നമ്മുടെ ഫയൽ നെയിം .txt ഹായ് ഹലോ ഹൗ ആർ യു എന്നാണുള്ളതെങ്കിൽ നമ്മൾ ഇതിനെ റീഡ് മോഡ് ഓപ്പൺ ചെയ്യുമ്പം FPTR ഇവിടെ പോയിന്റ് ചെയ്യും. ഓക്കെ, ഇനി 4 പൊസിഷൻ ജമ്പ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് പോവും, 1 2 3 ഈ സ്പേസിലാണ് 4 ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, സോ fgetc ഓഫ് FPTR ചെയ്യുമ്പോൾ എന്താ വരിക, എച്ചിനെ ഗെറ്റ് ചെയ്യുന്നു, എച്ചിനെ ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ ഇതാണ് fseek ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റിക്കർഷൻ ബേസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ് റിക്കർഷൻ. കോളിങ് എ ഫംഗ്ഷൻ ബൈ ഇറ്റ് സെൽഫ് റിപ്പീറ്റഡ്ലി. കോളിങ് എ ഫംഗ്ഷൻ റിപ്പീറ്റഡ്ലി ബൈ ഇറ്റ് സെൽഫ്. ഒരു ഫംഗ്ഷൻ്റെ അകത്ത് അതിനെ തന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. ഇതിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻഡ് n ഈക്വൽ ടു f104 പ്രിൻ്റ് ഓഫ് %d n. ഇതാണ് മെയിനിനകത്തുള്ളത്. f1നെ വിത്ത് 4 എന്ന് പറഞ്ഞ വാല്യൂ യൂസ് ചെയ്തിട്ട് കോൾ ചെയ്തിരിക്കുകയാണ്. സോ f1 എന്താണ്, f1നെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെയാണ്. ഓക്കെ, f104. ഓക്കെ, ഇതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ട് 4. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ വാല്യൂ 4. ഓക്കെ, സോ ഇൻഡ് b, if x equal to 1 ആണെങ്കിൽ return 1, else b equal to x into f1 of x1 minus 1 return b. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, നമ്മൾ ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. n ഈക്വൽ ടു, ഇവിടെ വന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ നിന്നാണ് ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നത്. n ഈക്വൽ ടു f1 of 4. ഓക്കെ, f1 of 4 ആണ്. സോ 4ന് നമ്മൾ ഇനി ഇവിടെ നോക്കുക, 4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് 4 x ഈക്വൽ ടു 1 ആണോ, അല്ല, f1 x ഈക്വൽ ടു 4 ആണ് ഇപ്പോഴും. സോ ഈ പോർഷൻ കറക്റ്റ് അല്ല, എൽസിൽ വരും. എൽസിൽ എന്താ ചെയ്യേണ്ടത്, b ഈക്വൽ ടു x ഇൻറ്റു f1 of x minus 1.
ഓക്കെ, സോ ഇവിടെ എന്താണ് ഇത് കോൾ ചെയ്തപ്പോൾ നടക്കുന്നത്? ബി ഈക്വൽ ടു അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് എക്സ് ഇൻറ്റു f1 ഓഫ് എക്സ് മൈനസ് 1. എക്സ് എന്താണ് ഇതിന് വേണ്ടി വരുന്നത്? 4 ഇൻറ്റു f1 ഓഫ് 4 മൈനസ് 1. ദാറ്റ് മീൻസ് 4 ഇൻറ്റു f1 ഓഫ് 3. സോ ബിയിൽ ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്നത് 4 ആണ്. സോറി, 4 ഇൻറ്റു f1 ഓഫ് 3 എന്നല്ലേ കോൾ ചെയ്തിരിക്കുന്നത്. ബി ഈക്വൽ ടു 4 ഇൻറ്റു f1 ഓഫ് 3. നോക്ക്, ഇവിടെ വീണ്ടും കോൾ ചെയ്തിരിക്കുകയാണ് f1 ഓഫ് 3. അപ്പോൾ ഇവിടെ വീണ്ടും എങ്ങോട്ട് പോകും? നമ്മൾ ഈ ഫംഗ്ഷനിൽ തന്നെ വരും. ഇവിടെ പുതിയ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. ഓക്കെ, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് ഈ ബോഡി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് 3 ഈക്വൽ ടു 1 അല്ല, വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതിനെ എന്ത് ചെയ്യും? 3 ഇൻറ്റു f1 ഓഫ് 3 മൈനസ് 1 2 ഇങ്ങനെ കോൾ ആവും. 3 ഇൻറ്റു f1 ഓഫ് 2 ആവും. വീണ്ടും നോക്കുക, സെയിം ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ 2 വെച്ചിട്ട് വീണ്ടും നമ്മുടെ ഫംഗ്ഷൻ ബോഡി എക്സിക്യൂട്ട് ചെയ്യണം. 3 മാറി 2 വെച്ചിട്ട് ഫംഗ്ഷൻ ബോഡി എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 2 ഈക്വൽ ടു 1 ആണോ? നോ. സോ വീണ്ടും എൽസ് പാർട്ടാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. f1 ഓഫ് 2 എന്തായിട്ട് മാറും? 2 ഇൻറ്റു f1 ഓഫ് 2 മൈനസ് 1 f1 ഓഫ് 1 ആയി മാറും. ഓക്കെ, f1 ഓഫ് 1 ആയി. വീണ്ടും നോക്കുക, f1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വീണ്ടും കോൾ ചെയ്തിരിക്കുകയാണ്. സോ വീണ്ടും നമ്മളിവിടെ പോയിട്ട് എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, നോക്ക്, ഇപ്പോഴും എക്സിൻ്റെ വാല്യൂ 1 ആണ്. 1 ഈക്വൽ ടു 1 എന്നായി കഴിഞ്ഞു. ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? f1 ഓഫ് 1 പകരം ഇത് എവിടെയാണോ കോൾ ചെയ്തത് അവിടെ എന്ത് വാല്യൂ റിട്ടേൺ ചെയ്യും? റിട്ടേൺ 1 എന്നാണ് ഉള്ളത്. സോ 1 റിട്ടേൺ ചെയ്തു. ഓക്കെ, f1 ഓഫ് 1 കോൾ ചെയ്തെടുത്ത് 1 റിട്ടേൺ ചെയ്തു. ഇവിടെ എന്താ വരിക? 2 ഇൻറ്റു 1. 2 ഇൻറ്റു 1 എന്താണ്? 2. അത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എവിടെയാണോ f1 ഓഫ് 2 കോൾ ചെയ്തത് അവിടത്തേക്ക് നമ്മൾ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? അവിടത്തേക്ക് ബി റിട്ടേൺ ചെയ്യുകയാണ്. ബി എന്താണ് ഇപ്പോഴിവിടെ? 2 ഇൻറ്റു 1. സോ 2 ഇൻറ്റു 1 2 ആണെന്നറിയാം. സോ f1 ഓഫ് 2 കോൾ ചെയ്തെടുത്തേക്ക് ഈ റിസൾട്ട് ബാക്ക് ട്രാക്ക് ചെയ്യുക. ഈ വാല്യൂ 2 ഇൻറ്റു 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഇത് ചെയ്യൂ. 3 ഇൻറ്റു 2. 3 ഇൻറ്റു 2 6 ആണ്. സോ 6 എവിടെ നമ്മൾ റിട്ടേൺ ചെയ്യണം? എവിടെയാണോ f1 ഓഫ് 3 കോൾ ചെയ്തത് അവിടെ നമ്മൾ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്ക് ട്രാക്ക് ചെയ്യുക. ഇവിടെ കിട്ടിയ വാല്യൂ ഇതിനെ കോൾ ചെയ്ത ലൊക്കേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6. ഇനി നോക്കുക, 4 ഇൻറ്റു 6 24. 4 ഇൻറ്റു 6 24 നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എവിടെ നിന്നാണോ ഇത് കോൾ ചെയ്തത് അവിടെ f1 ഓഫ് 4. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോൾ. മെയിൻ എന്ന് വരുന്ന ഫസ്റ്റ് കോളാണ് n ഈക്വൽ ടു f1 ഓഫ് 4. സോ എന്നിൽ എന്ത് വാല്യൂ കിട്ടിയിട്ടുണ്ടാവും? ഇപ്പോഴുള്ള ഈ ഫൈനൽ വാല്യൂ 24. ഓക്കെ, സോ ആൻസർ 24 ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ നോക്കുക, വീണ്ടും റിക്കേഷൻ ബേസ് ചെയ്ത് തന്നെയാണ്. ഇൻറ്റു n i മെയിനിനകത്ത് എന്താ ഉള്ളത്? n ഈക്വൽ ടു f ഓഫ് 6 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഫംഗ്ഷൻ ബോഡി f? ഫംഗ്ഷൻ ബോഡി f ഇവിടെ ഉണ്ട്. f ഈക്വൽ ടു ഇൻറ്റ് എക്സ്. എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്തിരിക്കുന്ന ആക്ച്വൽ വാല്യൂ 6. ഓക്കെ, ഇഫ് x ഈക്വൽ ടു 2 ആണെങ്കിൽ റിട്ടേൺ 2, അല്ലെങ്കിൽ പ്രിൻ്റ് പ്ലസ് പ്രിൻ്റ് ചെയ്യുകയും വേണം. എന്നിട്ട് f ഓഫ് എക്സ് മൈനസ് 1. കണ്ടോ, f എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ബോഡിക്കകത്ത് നമ്മൾ എഫിനെ വീണ്ടും പുതിയൊരു വാല്യൂ വെച്ച് കോൾ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ബോഡിക്കകത്ത്. ഇതാണ് റിക്കേഷൻ. ഓക്കെ, കോളിങ് എ ഫംഗ്ഷൻ ബൈ ഇറ്റ് സെൽഫ്. അതിൻ്റെ ബോഡിക്കകത്ത് തന്നെ സെയിം ഫംഗ്ഷനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, സോ f ഓഫ് എക്സ് മൈനസ് 1 ആണ് ഇവിടെ കോൾ ചെയ്യുന്നത്. അതിന് മുന്നേ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഓക്കെ, നോക്കാം. സോ ഫസ്റ്റ് നമ്മുടെ കോൾ വന്നിരിക്കുന്നത് n ഈക്വൽ ടു f ഓഫ് 6. ഇതാണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് മെയിനിൽ കോൾ ചെയ്യുന്നത്. f ഓഫ് 6 കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷനിൽ വരുന്നു, എക്സിന് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് നോക്കുക.
എക്സ് ഈക്വൽ ടു 2 ആണോ? 6 ഈക്വൽ ടു 2 അല്ല. സോ ഇത് തെറ്റിപ്പോയി. ഇഫ് കണ്ടീഷൻ ഇൻവാലിഡായി. സോ എൽസിൽ വരുന്നു. എൽസിൽ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ടത് ഡയറക്റ്റ് പ്രിൻ്റ് ആണ്. ഓക്കെ, സോ ഇത് കോൾ ചെയ്ത ഡയറക്റ്റ് പ്ലസ് പ്രിൻ്റ് ചെയ്യിക്കുന്നു. എന്നിട്ട് എന്തും കൂടെ ചെയ്യണം? എഫ് ഓഫ് എക്സ് മൈനസ് വൺ. എക്സ് മൈനസ് വൺ എന്ന് വെച്ചാൽ 6 മൈനസ് 1 5. എഫ് ഓഫ് 5 കോൾ ചെയ്യുന്നു. ഓക്കെ, എഫ് ഓഫ് 5 കോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെയിം ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. സോ തിരിച്ച് നമ്മൾ ഇവിടെ വന്നിട്ട് 5 ബേസ് ചെയ്ത് വീണ്ടും ഇതിനെ സെയിം ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. പുതിയ വാല്യൂ 5നെ ബേസ് ചെയ്തിട്ട്. 5 ഈക്വൽ ടു 2. നോ, ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ്. സോ എൽസ് പാർട്ട് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ എഫ് ഓഫ് 5 കോൾ ചെയ്തപ്പോൾ വീണ്ടും പ്ലസ് പ്രിൻ്റ് ചെയ്യുന്നു. എന്നിട്ട് എഫ് ഓഫ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? എഫ് ഓഫ് എക്സ് മൈനസ് 1 5 മൈനസ് 1 4. ഓക്കെ, സോ എഫ് ഓഫ് 4 കോൾ ചെയ്യുന്നു. എഫ് ഓഫ് 4 വീണ്ടും നമ്മൾ തിരിച്ച് ഇവിടെ വരികയാണ്. ഇപ്പം നമ്മളിനി എന്ത് ബേസ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്? പുതിയ വാല്യൂ 4നെ ബേസ് ചെയ്തിട്ട്. 4 ഈക്വൽ ടു 2 ആണോ? നോ. സോ എഗെയിൻ എൽസ് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സോ വീണ്ടും എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് 4 കോൾ ചെയ്തപ്പോൾ എന്താ നടക്കുക? ഫസ്റ്റ് പ്ലസ് പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞ് എഫ് ഓഫ് 4 മൈനസ് 1 3 കോൾ ചെയ്യും. ഓക്കെ, എഫ് ഓഫ് 3 കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ബിഗിനിങ്ങിൽ പോകണം. പുതിയ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനെ ബേസ് ചെയ്യുമ്പോൾ 3 ഈക്വൽ ടു 2 റോങ് ആണ്. എഗെയിൻ എൽസ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പ്ലസ് പ്രിൻ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? എഫ് ഓഫ് 3 മൈനസ് 1 2. ഓക്കെ, നൗ പുതിയ വാല്യൂ 2നെ ബേസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പുതിയ വാല്യൂ 2നെ ബേസ് ചെയ്ത് കോൾ ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കിയേ, ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാണ്. 2 ഈക്വൽ ടു 2 എന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? റിട്ടേൺ 2. അപ്പോൾ എന്ത് ചെയ്യും? 2നെ റിട്ടേൺ ചെയ്യും. ഓക്കെ, എവിടെയാണ് ഈ 2നെ റിട്ടേൺ ചെയ്യേണ്ടത്? എഫ് ഓഫ് 2 കോൾ ചെയ്തിടത്തേക്ക് 2നെ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻ എഫക്റ്റ് എന്താണ്? എഫ് ഓഫ് 6 കോൾ ചെയ്തപ്പോൾ ഒരു പ്ലസ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. എഫ് ഓഫ് 5 കോൾ ചെയ്തു. എഫ് ഓഫ് 5 കോൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും ഒരു പ്ലസ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. റിട്ടേൺ ചെയ്യുകയല്ല ചെയ്യുന്നത്, പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് എഫ് ഓഫ് 4 കോൾ ചെയ്തു. ഓക്കെ, എഫ് ഓഫ് 4 കോൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഒരു പ്ലസ് ഡയറക്റ്റ് അങ്ങ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് എഫ് ഓഫ് 3 കോൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഒരു പ്ലസ് ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് എഫ് ഓഫ് 2 കോൾ ചെയ്തപ്പോൾ എന്താ ചെയ്തത്? അവിടെ 2 റിട്ടേൺ ചെയ്തു. ഓക്കെ, സോ ഏതാണ് റൈറ്റ് ആൻസർ? 4 പ്ലസസ് ഫോളോഡ് ബൈ 2. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് നോക്കുക. മെയിൻ ഇൻഡ് എ ഈക്വൽ ടു f1 ഓഫ് 10. ദെൻ പ്രിൻ്റ് ദ വാല്യൂ ഓഫ് എ. പ്രീവിയസ് കേസ് പോലെ തന്നെ ഇവിടെ f1 ഓഫ് b ഇൻറ്റു b. b ഈക്വൽ ടു 0, റിട്ടേൺ 0. എൽസ് പ്രിൻ്റ് എ. ഇവിടെ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് f1 ഓഫ് b കോൾ ചെയ്യുകയാണ്. f1 ഓഫ് b അല്ല, f1 ഓഫ് b മൈനസ് കോൾ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ, ഇത് എത്ര പ്രാവശ്യം എനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നുള്ളതാണ്. ഇതും റിക്കർഷൻ തന്നെയാണ്. എത്ര പ്രാവശ്യം എനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കും? ഓക്കെ, സോ നമുക്ക് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാം. f1 ഓഫ് 10 ഫസ്റ്റ് കോൾ ചെയ്യുന്നു. എ ഈക്വൽ ടു f1 ഓഫ് 10. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് എഴുതി. സോ ഇത് കോൾ ചെയ്യുമ്പോൾ നമ്മൾ നേരെ എങ്ങോട്ട് പോകും? ഈ ബോഡിക്കകത്ത് വരും. ഇവിടെ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇഫ് b ഈക്വൽ ടു 0 ആണോ? അല്ല, b 10 ആണ്. സോ എൽസ് പാർട്ടാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എനെ ആദ്യം ഡയറക്റ്റ് അങ്ങ് പ്രിൻ്റ് ചെയ്യിപ്പിക്കും. പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒന്നും റിട്ടേൺ ചെയ്യാനല്ല പറഞ്ഞത്. ഡയറക്റ്റ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. ദെൻ നമുക്ക് എന്ത് കോൾ ചെയ്യണം? f1 ഓഫ് b മൈനസ്. ഇതാണ് കൺസിഡർ ചെയ്യേണ്ട പോയിന്റ്. f1 ഓഫ് b മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ് ഡിക്രിമെൻ്റ് ആണ്. അതിൻ്റെ മീനിങ് f1 ഓഫ് b കോൾ ചെയ്യുന്നു. എന്നിട്ട് ബിയുടെ വാല്യൂ b മൈനസ് 1 ആവും. അതാണ് f1 ഓഫ് b മൈനസ് എന്ന് പറഞ്ഞത്. ഇതിന് പകരം ഇവിടെ f1 ഓഫ്
മൈനസ് മൈനസ് ബി ആണെങ്കിൽ എന്താ നടക്കുക? ആദ്യം ബിയുടെ വാല്യൂ -1 ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് F1 കോൾ ചെയ്യും, ഇങ്ങനെയായിരുന്നെങ്കിൽ. ബട്ട് ഇവിടെ എന്താണുള്ളത്? F1 ഓഫ് ബി മൈനസ് മൈനസ്. അപ്പോൾ എന്ത് ചെയ്യും? F1 ഓഫ് ബി കോൾ ചെയ്തതിന് ശേഷം ബിയുടെ വാല്യൂ B-1 ആവുക എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ എന്താ? ആദ്യം F1 ഓഫ് ബി കോൾ ചെയ്യണം. വീണ്ടും എന്ത് ചെയ്യും? F1 ഓഫ് ബി കോൾ ചെയ്യുമ്പോൾ 10 ആവും. F1 ഓഫ് 10 കോൾ ചെയ്യും, എന്നിട്ട് ബിയുടെ വാല്യൂ 9 ആവും. ഓക്കെ, സോ ഇവിടെ വീണ്ടും എന്താ? സെയിം സ്റ്റേറ്റ്മെൻറ്റ് വന്നേക്കുക. F1 ഓഫ് 10. ഇതിൽ എപ്പോഴെങ്കിലും മാറ്റം വരുമോ? ഇല്ല. വീണ്ടും നമ്മൾ ബോഡിയിൽ പോകുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു എയിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നു. എയിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? F1 ഓഫ് ബി മൈനസ് മൈനസ്. F1 ഓഫ് ബി എന്താ? 10 തന്നെയാണ്. അപ്പോൾ എന്ത് വരും? വീണ്ടും ആദ്യം ബീനെ ഇവിടെ പാസ് ചെയ്തിരിക്കുന്ന വാല്യൂ തന്നെ അത് യൂസ് ചെയ്ത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതിനുശേഷം ബിയുടെ വാല്യൂ മൈനസ് മൈനസ് ബി ഈക്വൽ ടു 9 ആയി മാറുന്നു. ആ 9 ആയ വാല്യൂ യൂസ് ചെയ്തിട്ടല്ല നമ്മൾ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. 9 ആവുന്നതിന് മുന്നേ ഫംഗ്ഷൻ കോൾ ചെയ്യണം പ്രസൻറ്റ് വാല്യൂ ഓഫ് ബി യൂസ് ചെയ്തിട്ട്. അതിനുശേഷമാണ് ബിയുടെ വാല്യൂ -1 ആവുന്നത്. സോ ഇൻ എഫക്റ്റ് എന്താണ് ഇവിടെ? ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരു എൻഡ് കണ്ടീഷൻ എത്താതെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ഇൻഫിനിറ്റ് ടൈംസ് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇനി റിവേഴ്സ് ഒന്ന് നോക്കിയേ. ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നെങ്കിലോ? ഇവിടെ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്താം. F1 ഓഫ് ബി മൈനസ് മൈനസിന് പകരം ഇങ്ങനെയാണെന്ന് ഓർക്ക്. F1 ഓഫ് മൈനസ് മൈനസ് ബി, അതിന് ഈക്വൽ തന്നെയാണ് നമ്മൾ പ്രീവിയസ് കേസിൽ കണ്ട F1 ഓഫ് ബി മൈനസ് 1. ഓക്കെ, ഇങ്ങനെയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ എന്താ നടക്കുക? അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരിക നോക്കാം. ഫസ്റ്റ് നമ്മുടെ മെയിനിലുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തുടങ്ങുകയാണ്. A ഈക്വൽ ടു F1 ഓഫ് 10. ഓക്കെ, ഇനി ഇവിടുന്ന് തിരിച്ച് വരികയാണ്. ഫംഗ്ഷൻ ബോഡിക്കകത്ത് ബിക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഇവിടെ നമ്മൾ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 10 നോട്ട് ഈക്വൽ ടു 0 എൽസ് പാർട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. എ പ്രിൻ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് F1 ഓഫ് മൈനസ് മൈനസ് ബി എന്നല്ലേ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. മൈനസ് മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ പ്രീ ഡിക്രിമെൻ്റ് ആണ്. ബിയുടെ വാല്യൂ ആദ്യം ഡിക്രിമെൻറ്റ് ബൈ 1 ചെയ്തതിന് ശേഷം ഫംഗ്ഷൻ കോൾ ചെയ്യണം. സോ എന്താവും? F1 ഓഫ് മൈനസ് മൈനസ് ബി എന്ന് വെച്ചാൽ ബി ഇപ്പോഴും 10 ആണ്. മൈനസ് മൈനസ് ബി വിൽ ബി 9. F1 ഓഫ് 9 കോൾ ആവും. ഓക്കെ, F1 ഓഫ് 9 കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ഇവിടെ തന്നെ ബോഡിയുടെ സ്റ്റാർട്ടിങ്ങിൽ വരും. 9നെ ബേസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. സോ അപ്പോൾ എന്ത് നടക്കും? വീണ്ടും എ പ്രിൻ്റ് ചെയ്യും. ദെൻ F1 ഓഫ് മൈനസ് മൈനസ് ബി. 9 മൈനസ് 1 എന്താണ്? 8. ഓക്കെ, ഇത് എത്ര പ്രാവശ്യം പോകും? ബി ഈക്വൽ ടു 0 ആവുന്നത് വരെ. ഓക്കെ, സോ ബി F1 ഈക്വൽ ടു 10 ആവുമ്പോൾ ഒരു പ്രാവശ്യം എ പ്രിൻ്റ് ചെയ്യും. F1 ഈക്വൽ ടു 9 ആവുമ്പം എ പ്രിൻ്റ് ചെയ്യും. F1 ഈക്വൽ ടു 8 ആവുമ്പം എ പ്രിൻ്റ് ചെയ്യും. F1 ഈക്വൽ ടു 7 ആവുമ്പോഴും എ പ്രിൻ്റ് ചെയ്യും. F1 ഈക്വൽ ടു 6 ആവുമ്പോഴും എ പ്രിൻ്റ് ചെയ്യും. F1 ഈക്വൽ ടു 5 ആവുമ്പോഴും എ പ്രിൻ്റ് ചെയ്യും. F1 ഈക്വൽ ടു 4 ആവുമ്പോഴും എ പ്രിൻ്റ് ചെയ്യും. F1 ഈക്വൽ ടു 3 ആവുമ്പോഴും എ പ്രിൻ്റ് ചെയ്യും. F1 ഈക്വൽ ടു 2 ആവുമ്പോഴും എ പ്രിൻ്റ് ചെയ്യും. F1 ഈക്വൽ ടു 1 ആവുമ്പോഴും എ പ്രിൻ്റ് ചെയ്യും. എ പ്രിൻ്റ് ചെയ്യും. F1 ഈക്വൽ ടു 0 ആവുമ്പോൾ 0 റിട്ടേൺ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ എത്ര പ്രാവശ്യം ഇവിടെ 0 റിട്ടേൺ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും. സോ എത്ര പ്രാവശ്യം എ പ്രിൻ്റ് ചെയ്യും? 1 2 3 4 5 6 7 8 9. 9 പ്രാവശ്യം എ പ്രിൻ്റ് ചെയ്യിപ്പിച്ച് 9 10 F1 ഓഫ് 10 ആയിരുന്നല്ലോ. 10 ടൈംസ് എ പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒരു 0യും കൂടെ റിട്ടേൺ ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്യുമായിരുന്നു. എപ്പോഴും നിങ്ങളുടെ ഫംഗ്ഷൻ F1 ഓഫ്
മൈനസ് മൈനസ് ബി അല്ലെങ്കിൽ F1 ഓഫ് ബി മൈനസ് 1 ആയിരുന്നെങ്കിൽ. ഓക്കെ, ഇവിടെ പോസ്റ്റ് ഡിക്രിമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? F1 ഓഫ് ബി മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ F1 ഓഫ് ബി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബിയുടെ വാല്യൂ ബി ഈക്വൽ ടു ബി മൈനസ് 1 ആവും. ഓക്കെ, അതാണ് ഇതിൻ്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ആദ്യം എന്താണ് ചെയ്യുന്നത്? F1 ഓഫ് ഇനീഷ്യൽ വാല്യൂ 10 കോൾ ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും 10 തന്നെ ഇവിടെ അസൈൻ ചെയ്യും. എന്നിട്ടാണ് ബിയുടെ വാല്യൂ 9 ആവുന്നത്. ഓക്കെ, ആ 9 നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നില്ല. വീണ്ടും നമ്മൾ ഫംഗ്ഷൻ റിക്കേഴ്സീവ്ലി കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 10 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഒന്നും കൂടെ അത് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഉള്ളതുപോലെ തന്നെ F1 ഓഫ് 10 കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം F1 ഓഫ് ബി മൈനസ് മൈനസ്, അപ്പോൾ എന്ത് ചെയ്യും? F1 ഓഫ് 10 എന്നെ കോൾ ചെയ്യുന്നു, ഒരു എ പ്രിൻ്റ് ചെയ്യിക്കുന്നു, എന്നിട്ട് F1 ഓഫ് 10 കോൾ ചെയ്യുന്നു, ബിയുടെ വാല്യൂ 9 ആവുന്നു. ഈ F1 ഓഫ് 10നെ ബേസ് ചെയ്ത് വീണ്ടും നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ ബിയിൽ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? സെയിം 10 തന്നെയാണ്. സോ എന്ത് ചെയ്യും? നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് എ പ്രിൻ്റ് ചെയ്യുന്നു, വീണ്ടും F1 ഓഫ് 10 കോൾ ചെയ്യുന്നു, ബിയുടെ വാല്യൂ 9 ആവുന്നു. ഈ 9 ആയ വാല്യൂ നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നില്ല. ഇത് മാത്രമാണ് റിപ്പീറ്റഡ്ലി കോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സോ ഇവിടെ എന്താണ് ആൻസർ വരിക? ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഇൻഫിനിറ്റ് ടൈംസ് ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, എ പ്രിൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇതാണ് റിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.